ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ മാരിയറ്റിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിന്ന് വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ വാവച്ചിനോട് ഞാൻ ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ. വാവച്ചിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം വന്ന ദിവസം വലിയ ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ വാവച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടിപൊളി ഒരു സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോവാം. സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ വാവച്ചിക്ക് അറിയത്തില്ല ആ സ്ഥലം. അറിയില്ല, വീട്ടിലാണ് പോകുന്നേ. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. വാവച്ചിക്ക് അറിയത്തില്ല നമുക്ക് എവിടെ നമ്മളിപ്പോൾ പോണേ. വീട്ടിലല്ല, അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. അവിടെ അല്ല, അവിടെ എത്തിയിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഈശോയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേ നാളെ അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പം ഇന്നലെ രാത്രി പോകാൻ ഓർത്തു, പക്ഷേ അത് 8 മണിക്ക് ക്ലോസ് ആകും. സോ ഇന്നലെ പോകാൻ പറ്റിയില്ല. നേരെ ഈശോയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോകും നമ്മളിന്ന്. അപ്പം അതാണ് ഇപ്പോൾ നമ്മുടെ എന്താ പരിപാടി. കാരണം മറ്റേ ആ ശിവൻ്റെ ആ വലിയ സ്റ്റാച്ചു ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നലെ പോകാൻ നോർത്തപ്പം പറ്റിയില്ല, എന്തൊക്കെയോ തിരക്കുകൾ കാരണം ഇന്നലെ പോകാൻ പറ്റിയില്ല. പിന്നെ വാവച്ചിക്ക് വലിയ താല്പര്യം കാണിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ഇന്നലെ പോയില്ല. അപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാവച്ചിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങാൻ പോയേക്കുക, പുറത്ത് നിർത്തിയിട്ടേക്കുക. അപ്പോൾ വെള്ളം വാങ്ങിയിട്ട് നമ്മൾ കുടിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകും. ഇപ്പം കുറച്ച് ദൂരെ ഉണ്ടെന്ന് തോന്നുന്നു. കോയമ്പത്തൂരിൽ നിന്നും ഔട്ടറാണെന്ന് തോന്നുന്നു സംഭവം, സിറ്റിയിൽ നിന്ന് പുറത്താണ്. അപ്പം തന്നെ 1 മണിക്കൂർ എടുക്കും തോന്നുന്നു കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന്. 1 മണിക്കൂറോ 3/4 മണിക്കൂറോ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നമ്മളങ്ങനെ പോവാണ്. കാരണം ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്ര ടൈം എടുക്കുന്നുണ്ട്. പിന്നെ കുറേ നാളെ ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഞാൻ, അതുകൊണ്ടാണ് കുറച്ച് എനർജി കുറവെന്ന്. അപ്പം അവിടെ ഈശോ യോഗ എത്തിയിട്ട് നമുക്ക് കാണിക്കാം. ഇനി പോകുന്ന വഴിയിൽ എന്തെങ്കിലും നല്ല എക്സൈറ്റ്മെൻറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് വീട്ടിലെത്താം. പിന്നെ എനിക്ക് തോന്നുന്നത് അവിടെ ഈശോ യോഗയിൽ പോകുമ്പം ഡ്രസ് കോഡ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി ഞങ്ങളുടെ ഡ്രസ് കോഡ് അവിടെ കയറുമ്പം ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറാൻ പറ്റത്തില്ല, നമ്മൾ തിരിച്ചു വരും. ഫൈനലി നമ്മളുടെ ഈശ യോഗ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത്രയും പേരുണ്ടായിരുന്നു. ബാക്കിലോ ഇതേ വാവച്ചി ഇതുണ്ടോ അവിടെ നോക്കിക്കേ. ഇതാണ് സംഭവം അല്ലേ? മറ്റേ ശിവലിംഗത്തിന്റെ ഇതാണടാ സ്റ്റാച്ചു. അത് അപ്പുറം യോഗ സെന്റർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഈശ യോഗ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് ഇതാണ് കാണേണ്ടത്. ഈ സ്റ്റാച്ചു ആയിരുന്നു ഞാൻ കാണാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ് നമ്മളിതാ കണ്ടു. കണ്ടപ്പോ എന്നാ അപ്പം ഞാൻ ഓർത്ത് അപ്പഴാ പോകണ്ടേന്ന്. കറക്റ്റാണ്. നോക്കൂ നോക്കൂ നോക്കൂ. നീ ഓർത്ത കുഞ്ഞിതാന്നാ? ഇതിപ്പോ വലുതല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം വാശിക്കുട്ട. ഇതാണ് ശിവൻ. വലിയതാണിത്. കണ്ടോ കണ്ടോ മോൻ? അതിന്റെ കാതില് കമ്മലൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാൻ? ബിഗ് വൺ. വാവ്. നമ്മളിപ്പോ പാർക്ക് ചെയ്യാനായിട്ട് പോയത്. കൊറേ ഉണ്ടല്ലോ, ദൂരം ഉണ്ടല്ലോ അല്ലേ? അവിടെയാണ് പാർക്ക് ചെയ്യണ്ടല്ലേ പിന്നെ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ കൊച്ചേ? അതെന്താന്നറിയോ, വാവച്ചിക്ക് വീട്ടിൽ പോണം എത്രയും വേഗം. അതുകൊണ്ട് വാവച്ചി ഭയങ്കര ക്ഷീണം കാണിക്കുമായിരുന്നു. വീട്ടിലെത്തണം, അവർക്ക് അമ്മൂമ്മനെ കാണണം, വേറെ എവിടെയും പോകണ്ട. എന്നൊരു കാര്യം ചെയ്യുമ്പോൾ അമ്മൂമ്മനെയും പാക്ക് ചെയ്തിട്ട് വരാം നമുക്ക്. അമ്മൂമ്മ വന്നില്ലല്ലോ വിളിച്ചിട്ട്.
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അമ്മൂമ്മയുടെ പെറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മമ്മയുടെ അടുത്ത് നിൽക്കാം, ഞങ്ങൾ രണ്ടും പോയിട്ട് വരാം. വേണ്ട, നമുക്ക് അമ്മൂമ്മയുടെ പെറ്റ് എടുത്തു. ആ അമ്മമ്മനെ വിളിച്ചിട്ട് അമ്മ വന്നില്ല. ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ എന്ത് സ്ഥാനം പോവാ? കടയാണോ? കറക്റ്റായിട്ട് ഇപ്പോൾ സമയം കറക്റ്റ് 1 മണി നട്ടുച്ചയ്ക്കാണ് നമ്മൾ വന്നത്. ഇന്നലെ വൈകുന്നേരം വരാൻ ഓർത്തതാ, പറ്റിയില്ല. പക്ഷേ അധികം ചൂട് തോന്നുന്നില്ല നമുക്കിപ്പോൾ, ബിക്കോസ് കാറ്റ് കുറച്ചുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇതാണ് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. അമ്മയുടെ കൂടെ പോച്ചല്ലേ, അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ആ ഇങ്ങോട്ട് അമ്മയുടെ ഒപ്പം വാ. കരിക്ക് വേണോ? കരിക്ക് വേണോ? വേണ്ട. അങ്ങനെ നടന്ന് നമ്മൾ ഭയങ്കര ടയർഡായിട്ടോ. അങ്ങനെ വെയിലും കുടിക്കാന്നൊക്കെ ഓർത്തപ്പോൾ അവിടെ കരിക്കും വെള്ളം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. അങ്ങനെ വാച്ചിക്ക് ഒരു ഐസ്ക്രീമും നമുക്ക് കരിക്കും നമ്മൾ ഓർഡർ ചെയ്തു. താങ്ക് യു. അച്ഛയും അമ്മ കരിക്ക് കുടിക്കാൻ പോട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല വെയിലിന് മുഖത്തെ ശിവനാണ് സ്റ്റാച്ചു. ശിവൻ കണ്ണു തുറക്കുമെന്ന് നീ ശിവനോട് പ്രാർത്ഥിക്കുക എന്തേലുമൊക്കെ. അപ്പൊ ശിവൻ കണ്ണു തുറക്കുമായിരിക്കും. നന്നായിട്ട് പഠിക്കുക, അപ്പൊ കണ്ണു തുറക്കും. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് വാവച്ചിക്ക് എന്താണ്? ഓക്കെ വാവച്ചി അത് കണ്ടപ്പോ ഷോക്കായി പോയോ? എന്താണ് ഷോക്കാൻ കാരണം? വലുതായതുകൊണ്ടാ? ഓക്കേ. എങ്ങനെ കണ്ടു നീ? ഇപ്പോഴല്ലേ നമ്മള് ഫസ്റ്റ് ടൈം കാണുന്നേ. എന്റെ അമ്മയുടെ മുഖം നോക്കിക്കേ, വെയിലത്ത് കരിവാളിച്ചു പോയി. നോക്കിക്കേ, നമ്മളിപ്പോഴാണ് ഇവിടെ ഫസ്റ്റ് ടൈമേ വരുന്നത്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുവാണല്ലേ? ഓക്കെ, ഇനി എങ്ങോട്ടാ നെക്സ്റ്റ്? വീട്ടിലല്ല, വീട്ടിൽ. വണ്ടി ഓടിച്ചോണ്ടിരിക്കാത്ത ഞങ്ങൾ വീട്ടിൽ പോവാം. ഇതെന്താ സ്ഥലം? നോക്കിയേ, കണ്ടോ? ദേടാ നോക്ക് അങ്ങോട്ടേക്ക്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ എഴുതിട്ടുണ്ടാവും. നമ്മളെന്തായാലും കേറുന്നില്ല. ഐ തിങ്ക് യോഗ സെന്റർ ഒക്കെ ആയിരിക്കും അത്. അതെ, യോഗ ഹോസ്പിറ്റൽ, യോഗ സെന്റർ, ഹോം സ്കൂൾ ഒക്കെ ഉണ്ട് അവിടെ. ഇതാണ് ഇതിന്റെ ലോക്കൽ ഏരിയ. കണ്ടോ, ഇതിന്റെ ഏരിയ ആണിത്. ശിവനെ കണ്ടു ഫോട്ടോയില് ഗ്രീൻ കളർ. ഇപ്പോൾ സമയം 2 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അടുത്തൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് എന്തായാലും കഴിക്കാമെന്ന്. വാവച്ചിക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇച്ചാനും മീൽസാണ് ഓർഡർ ചെയ്തത്. വാവച്ചിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നൂഡിൽസാണ് വാവച്ചിക്ക് ഓർഡർ ചെയ്തത്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ റൈസും കറികളൊക്കെ. വഴുതനങ്ങ കറിയായിരുന്നു, ഭയങ്കരമായിട്ട് ടേസ്റ്റ്, രസം ഉണ്ടായിരുന്നു കേട്ടോ. പാവച്ചിക്ക് പിന്നെ നൂഡിൽസ് മതി പറഞ്ഞപ്പം ഓക്കെ. എല്ലപ്പോഴും നമ്മൾ നൂഡിൽസൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ളൂ, ബിക്കോസ് ഇത് നല്ല ഹെൽത്തി ഫുഡല്ലല്ലോ. അങ്ങനെ വാവച്ചിയും ഓക്കെ, നമ്മളും ഓക്കെ, നല്ല വിശപ്പൊക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി മീൽസ് എല്ലാം കഴിച്ച് നമ്മളിത് ഇറങ്ങാൻ പോവാണ് കേട്ടോ. കുറച്ചും കൂടെ യാത്രയുണ്ട് നമുക്ക് ഇനി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച സ്ഥലം കണ്ടു കേട്ടോ. റോഡ് അരികിലാട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് ഓർത്ത് വണ്ടി നിർത്തി. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗണപതി വാങ്ങിച്ചിട്ടോ. അതിന് അവർ 200 ആദ്യം പറഞ്ഞത്, പിന്നെ വില പേശി 100 തന്നു. കാരണം ഒറ്റയടിക്ക് അവർ റേറ്റ് കൂട്ടും. ഇത് നമ്മളിപ്പോൾ എവിടെയെന്നറിയോ വാച്ചി? ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരല്ല, കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈശയോഗേന്ന് കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 8 കിലോമീറ്ററും കൂടെ ഉണ്ട് കോയമ്പത്തൂർക്ക്. ഞാൻ അവിടുത്തെ ഇത്ര നേരം കോയമ്പത്തൂരിലാണ് നമ്മൾ. കോളേജ് സിഗ്നല്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കോളേജാണ് ചായ. ഇത് നോക്കിക്കോ, കോളേജ്. ഞാനും നിന്റെ അപ്പയും ആദ്യമായിട്ട് കണ്ട സ്ഥലമാണ് വാച്ചി. നോക്കിക്കോ അവിടെ, ഇതാണ് കോളേജ്. ഇതവിടെ കോളേജിൽ സിഗ്നൽ ജംഗ്ഷൻ. പീച്ചനരി അമ്പലം വന്നിട്ട് ആ ബ്രിഡ്ജിന്റെ അടിയിലാണ്, അപ്പൊ കാണാൻ പറ്റൂല. ഇത് ഈ വഴിയില്ലേ, ഈ വഴി ഉണ്ടോ കുഞ്ഞാ അവച്ചി? ഇതിൽ കൂടെയാണ് അമ്മയും അപ്പയും നടന്നു പോകാറ്. ഈ വഴിയിൽ ഉണ്ടോ? പാത്ത് വേ ഒരു ഇല്ല ഇപ്പൊ, പക്ഷെ പണ്ടുള്ള വേണ്ട ഇല്ലപ്പാ, വേണ്ട. നിനക്ക് കാണാനോ? 20 ഒന്ന് മതി. 1 packet sir. Cucumber இருக்குங்க சார். വേണ്ട, പൈനാപ്പിൾ മട്ടും കൊടുங்க. താങ്ക് യു അക്ക. നെക്സ്റ്റ് നമ്മുടെ കോളേജിലായിട്ട് വായിച്ച് നോക്കുന്നേ. മനസ്സിലാവേ, ഈ സൈഡിൽ നോക്കിക്കോട്ടോ. അടിക്കാൻ പോലുമായിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടില്ല, എല്ലാം മാറി. നൊസ്റ്റാൾജിയ അല്ലേ? ആ ബോർഡ് മാത്രം ഉണ്ട്, കർപ്പൂരത്തിന്റെ ബ്ലൂ ബോർഡ്. ബാക്കിയൊക്കെ ചേഞ്ചസ് ആയി. ഇത് നോക്കിക്കോ ചായ, വേണമെങ്കിൽ സൈഡാക്കിക്കോ. ഇതാണ് നമ്മൾ അമ്മയുടെ അപ്പഴേയും കോളേജ്. ഇതാ കണ്ടോ, ഇതാണ് കോളേജ് അമ്മയുടെ അപ്പയുടെയും. ഇതിൽ കൂടെ അപ്പ കയറാറുണ്ട്. ഈ ജെൻസിന്റെ ഹോസ്റ്റൽ ആ വഴിയാ. കണ്ടോ, മമ്മയ്ക്ക് മറ്റേ മെയിൻ ഗേറ്റ് കണ്ടില്ലേ അവിടെ? അപ്പ മറ്റേ വേറെ അപ്പയ്ക്ക് അതിൽ കൂടെ ഇറങ്ങാം. എന്തടി? സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ അടിയായിരുന്നില്ലേ? നൊസ്റ്റാൾജി ശരിക്കും വന്നോ? കോളേജ് ഫുള്ളല്ലേ മാറ്റുക. അങ്ങനെ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉടുമ്പൽപേട്ട എത്തി. ഇനി 1.5 മണിക്കൂറും കൂടെ കഴിഞ്ഞ് നമ്മൾ വീടെത്തും. ഭാവിച്ച് നല്ല ഉറക്കമാണ്. നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ. She puts her hand in mine. We wanna chase the night.